ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ നമ്മള് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തില്. ഏതാണ്? സ്ത്രീലിംഗം അതുപോലെ തന്നെ പുല്ലിംഗം. അതിൽ നമ്മൾ ഒരു ക്ലാസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ ഇടയിൽ 2 ദിവസം നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, UPSA ഉണ്ടല്ലോ, അതായത് UP സ്കൂൾ ടീച്ചറിന്റെ റിസൾട്ട് വന്നു തുടങ്ങി. പത്തനംതിട്ടയില് വളരെ കുറച്ച് ആളുകളാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതുപോലെ തന്നെ LDCയുടെ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് 2 ജില്ലകളിലായിട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല ഫാസ്റ്റിൽ കാര്യങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രല്ല പഠിച്ചാൽ കിട്ടുന്നവരാണല്ലോ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ പഠിച്ചിരിക്കണം, നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ പഠിച്ചുകൊണ്ടിരിക്കണം. നോട്ടിഫിക്കേഷൻ എപ്പോ വേണമെങ്കിൽ വരട്ടെ, എക്സാം എപ്പോ വേണമെങ്കിൽ വരട്ടെ, എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. എക്സാമും എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ സമയം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. നേരത്തെ തുടങ്ങാം. ആദ്യ റാങ്കുകൾ നമുക്ക് നേടാം അല്ലെ. അതാണ് നമ്മളുടെ മുദ്രാവാക്യം. അപ്പൊ നമ്മൾ ഇന്ന് എതിർലിംഗങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, എതിർലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സ്ത്രീലിംഗവും പുല്ലിംഗവും ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അച്ഛൻ, അപ്പൊ അതിന്റെ എതിർലിംഗം എന്താണ്? അമ്മ. അങ്ങനെയുള്ള എതിർലിംഗത്തിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സും കൂടി നമ്മൾ പോകുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞതാണ്. ഏകദേശം 30 വാക്കുകൾ നമ്മൾ എതിർലിംഗവുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ 31ാമത്തെ വാക്കിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് പഠിച്ചോളൂ. 31ാമത്തെ വാക്ക് അനാഥൻ. അനാഥൻ. അനാഥന്റെ എതിർലിംഗം എന്താണ് ഗൈസ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അനാഥൻ. അനാഥന്റെ എതിർലിംഗം എന്താണ്? അനാഥ. അനാഥയാണ് അല്ലെ. അനാഥ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 32 ഭവാൻ. ഭവാൻ. അതിന്റെ എതിർലിംഗം എന്താണ്? ഭവതി. നിങ്ങൾക്ക് ഈ ക്ലാസ് ചിലർക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവും എന്ത് ഇങ്ങനെയെന്നൊക്കെ. അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. എത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണോ അത് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എക്സാം ഹാളിനെ മനസ്സിലാവുള്ളൂ. മാത്രമല്ല ഇപ്പൊ ഭവാൻ എന്നൊരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, നമുക്ക് ഭവതി എന്ന് കിട്ടുന്നുണ്ടോ? അനാഥൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, അനാഥ എന്ന് കിട്ടുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നേക്കാൾ കൂടുതൽ ഒന്നും കൂടി ബെറ്റർ അല്ലേ? ഓക്കെ. മഹാൻ. മഹാൻ. മഹാന്റെ എതിർലിംഗം എന്താണ്? മഹതിയാണ്. മഹാൻ, മഹതി. മഹാൻ, മഹതി. മനസ്വി. മനസ്വിയുടെ എന്താണ്? മനസ്വി. മനസ്വിനി ആണ് കേട്ടോ. മനസ്വിയുടെ എതിർലിംഗം മനസ്വിനി. ക്ലിയർ? മനസ്വി, മനസ്വിനി. യോഗി. യോഗിയുടെ എന്താ? ആലോചിച്ച് നോക്കൂ. യോഗി, യോഗിനി ആണ്. യോഗിയുടെ എതിർലിംഗം യോഗിനി ആണ്. രോഗിയാണെങ്കിലോ? രോഗി. രോഗിയുടെ എതിർലിംഗം രോഗിണി. രോഗിണി. ആലോചിച്ച് വെക്കുക, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ലേഖകൻ. ലേഖകൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലേഖകൻ. അതിന്റെ എതിർലിംഗം എന്താണ്? ലേഖിക. ലേഖിക. ലേഖകൻ, ലേഖിക. വിദുരൻ. വിദുരൻ. വിദുരന്റെ എന്താ? വിദുരൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഭാര്യ മരിച്ച ആളെയാണ് വിദുരൻ എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പൊ ഭർത്താവ് മരിച്ച ആളെ നമ്മൾ എന്താ പറയാ? വിധവ. ഓക്കെ. അപ്പൊ വിദുരന്റെ എതിർലിംഗം വിധവയാണ്. ക്ലിയർ? വിരഹി. വിരഹി. വിരഹിയുടെ എന്താണ്? വിരഹിണിയാണ് കേട്ടോ. വിരഹിണിയാണ്. വിരഹി, വിരഹിണി. നെക്സ്റ്റ് സന്യാസി. സന്യാസി. സന്യാസിയുടെ എതിർലിംഗം എന്താണ്? സന്യാസിനി. ഓക്കെ. സന്യാസിനി ഇൻ പുണ്യാശ്രമത്തിൽ ഞാൻ ആ പാട്ട് കേട്ടില്ലേ? ഓക്കെ. അപ്പൊ അനാഥൻ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് അല്ല, അതായത് അതിന്റെ എതിർലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം എന്ന് പറയുന്നത് അനാഥ. ക്ലിയർ? ഭവാൻ, ഭവതി. മഹാൻ, മഹതി. മനസ്വി, മനസ്വിനി. യോഗി, യോഗിനി. രോഗി, രോഗിണി. ലേഖകൻ, ലേഖിക. വിദുരൻ, വിധവ. വിരഹി, വിരഹിണി. സന്യാസി, സന്യാസിനി. ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗം പഠിച്ചല്ലോ. പഠിച്ചു വെക്കുക. നമ്മൾ റിസൾട്ട് വരുമ്പോ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. റിസൾട്ട് വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആവണം. എന്താ, റിസൾട്ട് വെയിറ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ വേണം. അതും വേണം കേട്ടോ. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക.
എന്നിട്ട് എക്സാം എഴുതുമ്പോൾ പോകുന്ന പലരും പറയും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചവരുള്ളതുകൊണ്ടല്ലേ അവർക്ക് നമ്മളെക്കാൾ നല്ല റാങ്ക് വരുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ദൂതൻ. ദൂതൻ, ദൂതന്റെ എതിർലിംഗം എന്താണ്? ദൂതി. ദൂതൻ എന്താണ്? ദൂതി. ക്ലിയർ ആണല്ലോ? ദൂതൻ, ദൂതി. രക്ഷകൻ. രക്ഷകൻ, രക്ഷകന്റെ എതിർലിംഗം എന്താ? രക്ഷിക. ഓക്കെ, അപ്പോ രക്ഷകൻ, രക്ഷിക. ക്ലിയർ? ബന്ദി. ബന്ദി, ബന്ദിയുടെ എന്താണ്? ബന്ദിനിയാണ് കേട്ടോ. ബന്ദി, ബന്ദിനിയാണ്. നെക്സ്റ്റ് യാത്രി. യാത്രി, യാത്രിണിയാണ് കേട്ടോ. യാത്രി, യാത്രിണി. ക്ലിയർ ആവുന്നുണ്ടോ? യാത്രി, യാത്രിണി. നെക്സ്റ്റ് കാതികൻ. കാതികന്റെ എതിർലിംഗം എന്താണ്? കാതിക. ഓക്കെ, അപ്പൊ കാതികൻ, കാതിക. വിദ്വാൻ. വിദ്വാൻ, വിദ്വാന്റെ എന്താ? വിദ്വാന്റെ വിദുഷിയാണ്. വിദ്വാൻ, വിദുഷി. ക്ലിയർ? നെക്സ്റ്റ് ഗൃഹി. ഗൃഹി എന്നും പറയും, അല്ലെങ്കിൽ ഗൃഹിണി എന്നും പറയും. ഗൃഹി അല്ലെങ്കിൽ ഗൃഹിണി. അതിന്റെ എന്താ? ഗൃഹികൻ അല്ലെങ്കിൽ എന്ത് പറയും? ഗൃഹസ്ഥൻ. ഗൃഹസ്ഥൻ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി അല്ലെ? ഓക്കെ, ഒന്നും കൂടി എഴുതാം. 47-ാമത്തേലേക്ക് നോക്കൂ. ഗൃഹികൻ എന്ന് പറയും. ഗൃഹികൻ അല്ലെങ്കിൽ എന്ത് പറയും? ഗൃഹസ്ഥൻ എന്ന് പറയും. ഗൃഹസ്ഥൻ. അതിന്റെ എതിർലിംഗം എന്താണ്? ഗൃഹി എന്ന് പറയും, അല്ലെങ്കിലോ ഗൃഹിണി എന്ന് പറയും. ക്ലിയർ? ഗൃഹി അല്ലെങ്കിൽ ഗൃഹിണി. നെക്സ്റ്റ് പദകൻ. പദകൻ, പദകന്റെ എന്താണ് എതിർലിംഗം? പദകിയാണ്. പദകൻ, പദകി. ഓക്കെ, നെക്സ്റ്റ് അപരാധി. അപരാധി, അപരാധിയുടെ എതിർലിംഗം എന്താണ്? അപരാധിനി ആണ്. നോക്കട്ടെ, ചില സ്ഥലത്ത് നീ ആണ് വരുന്നത്, ചില സ്ഥലത്ത് നീ ആണ് വരുന്നത്. അപ്പൊ അത് പ്രത്യേകം പറഞ്ഞ് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് മാതുലൻ. മാതുലൻ എന്താണ് എതിർലിംഗം? മാതുലന്റെ മാതുലാനി ആണ്. കണ്ട, അനിയാണ് വന്ന മാതുലാനി. ഓക്കെ, അപ്പൊ നോക്ക. ദൂതൻ, ദൂതി. രക്ഷകൻ, രക്ഷിക. ബന്ദി, ബന്ദിനി. യാത്രി, യാത്രിണി. കാതികൻ, കാതിക. വിദ്വാൻ, വിദുഷി. ഗൃഹികൻ, ഗൃഹസ്ഥൻ. അതിന്റെ എന്താണ്? ഗൃഹി, ഗൃഹിണി എന്ന് പറയാം. പദകൻ, പദകൻ, പദകി. അപരാധി, അപരാധിനി. മാതുലൻ, മാതുലാനി. അപ്പൊ അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ഓക്കെ, നമ്മൾ മലയാളത്തിൽ ചെയ്യാവുന്ന അത്രയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് അപ്പൊ അതന്നെ പഠിച്ച് നിങ്ങൾ ഉറപ്പിക്കുക. ഞാൻ പിന്നെ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മള് ഒരു ഗൈഡ്, അതായത് ബുക്കും കൂടി വാങ്ങി വെച്ചിട്ട് വേണം പഠിക്കാൻ. അതിലും എക്സ്ട്രാ ഉള്ളത് നിങ്ങൾ പഠിക്കണം. കാരണം ഇതൊന്നും എവിടെ നിന്നാണ് ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്നും നമുക്ക് വിട്ടുപോകാൻ പാടില്ല. മാത്രമല്ല, ആര് ഡിസ്കസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ടാവും അല്ലെ? ഒരു എക്സ്ട്രാ റൈറ്റിങ്ങോ എന്തെങ്കിലും, കാരണം ഓവർ റൈറ്റിങ്ങോ ഒക്കെ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഓപ്ഷനും കൂടി. അപ്പൊ നമുക്കൊന്ന് കേട്ട് പഠിക്കുക. അത് ഏത് യൂട്യൂബ് ചാനലോ എന്ത് പഠിക്കണം, ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിലും ഒരു നല്ല ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗൈഡും കൂടി നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മോഷ്ടാവ്. മോഷ്ടാവ്, മോഷ്ടാവിന്റെ എന്താ വരുന്നത്? മോഷ്ടി. മോഷ്ടാവിന്റെ മോഷ്ടിയാണ് മോഷ്ടാവ്. അപ്പൊ മോഷ്ടിക്കുന്നവളെ മോഷ്ടി എന്ന് പറയും. ദെൻ ശിവൻ. ശിവന്റെ എന്തായിരിക്കുമോ? ശിവൻ, ശിവാനിയാണ്. ശിവൻ, ശിവാനി. ക്ലിയർ? നെക്സ്റ്റ് സ്വാമി. സ്വാമിയുടെ എതിർലിംഗം എന്താണ്? സ്വാമി ആണെങ്കിൽ സ്വാമിനിയാണ്. ഓക്കെ, സ്വാമി, സ്വാമിനി. സ്വാമി, സ്വാമിനി. ഓക്കെ, വേടൻ. വേടന്റെ എന്താണ്? വേടത്തി. വേടൻ, വേടത്തി. ഓക്കെ, നെക്സ്റ്റ്
ഭാഗിനേയൻ, ഭാഗിനേയൻ. ഇതൊക്കെ നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചാട്ടോ. ഒറ്റ പദങ്ങളില് ഭാഗിനേയൻ, ഭാഗിനേയ. ഓക്കെ, ഭാഗിനേയൻ, ഭാഗിനേയ. നെക്സ്റ്റ് പതികൻ. പതികൻ ആണെങ്കിലോ പതിക, പതികന്റെ പതിക. ഓക്കെ, പതികൻ. ക്ലിയർ ആയില്ലേ? പതിക, പതിക. ഓക്കെ. പ്രഭു, പ്രഭു. അതിന്റെ എതിർലിംഗം എന്താണ്? പ്രഭി ആണ് കേട്ടോ. പ്രഭി. എന്താണ്? പ്രഭു, പ്രഭി, പ്രഭി. വീണ്ടും തെറ്റിയോ? ഓക്കെ. നെക്സ്റ്റ് ചാക്യാർ. പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ചാക്യാർ. ചാക്യാറിന്റെ ഇല്ലോഡമ്മയാണ് കേട്ടോ. ഇല്ലോഡമ്മ. ചാക്യാർ, ഇല്ലോഡമ്മ. എന്താണ്? ചാക്യാർ, ഇല്ലോഡമ്മ. ഇല്ലോഡമ്മ, ഇല്ലോഡമ്മ അല്ല, ഇല്ലോഡമ്മ. ഓക്കെ. നെക്സ്റ്റ് വാരിയർ. വാരിയർ. അതിന്റെ എന്താ വരിക? വാരിയറിന്റെ വാരസ്യാർ അല്ലെ? വാരിയർ, വാരസ്യാർ. ഓക്കെ. 60-ാമത്തെ നോക്കൂ. ശ്വശുരൻ. എന്താ? ശ്വശൂരൻ. അതിന്റെ ശ്വശ്രു. ഓക്കെ, ശ്വശൂരൻ, ശ്വശ്രു. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കാം. മോഷ്ടാവ്, മോഷ്ടി. ശിവൻ, ശിവാനി. സ്വാമി, സ്വാമിനി. വേടൻ, വേടത്തി. ഭാഗിനേയൻ, ഭാഗിനേയ. പതികൻ, പതിക. പ്രഭു, പ്രഭി. ചാക്യാർ, ഇല്ലൊടമ്മ. വാരിയർ, വാരസ്യാർ. ശ്വശൂരൻ, ശ്വശ്രു. ഓക്കെ. അപ്പൊ 60 നമുക്ക് ഇന്ന് എത്രയെല്ലാം നിർത്തണ്ടേ? കൂടുതൽ പഠിക്കാം അല്ലെ? 100-ലൊക്കെ നിർത്തിയാൽ മതി. ഒന്ന് ഇത് മാത്രല്ല, സ്പീഡിലിട്ട് കാണാട്ടോ. എന്നിട്ട് റിപ്പീറ്റേഷൻ ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. സ്ലോ മോഷനിൽ ആരും കാണണ്ട, സ്പീഡിൽ കാണാം. എന്നിട്ട് വീണ്ടും വീണ്ടും കേൾക്കാം. അതാ വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ജാമാതാവ്. ജാമാതാവ്. എതിർലിംഗം എന്താണ്? ജാമാതാവിന്റെ എതിർലിംഗം സ്നുഷയാണ് കേട്ടോ. സ്നുഷ. തെറ്റിപ്പോവരുത്. ജാമാതാവ്, സ്നുഷ. വിദ്വാൻ. വിദ്വാനെ നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലെ? വിദ്വാൻ എന്തായിരുന്നു പറഞ്ഞ? വിദുഷി. കിട്ടണം കേട്ടോ, വീണ്ടും റിപ്പീറ്റ് അടിച്ചു വരുമ്പോ. നെക്സ്റ്റ് സിംഹം. സിംഹത്തിന്റെ എന്താ? സിംഹി. ചിലതില് സിംഹിണിയും കൂടി പറയാറുണ്ട് കേട്ടോ. ഓക്കെ. വരുനി. അങ്ങുന്ന്. അങ്ങുന്ന് എന്താണ്? കൊച്ചമ്മയാണ് അങ്ങുന്നിന്റെ. അങ്ങുന്ന്, കൊച്ചമ്മ. ഓക്കെ, അങ്ങുന്ന്, കൊച്ചമ്മ. ഇന്ദ്രൻ. ഇന്ദ്രന്റെ എതിർലിംഗം എന്താണ്? അല്ലെങ്കിൽ സ്ത്രീലിംഗം? ഇന്ദ്രാണി. എന്താണ്? ഇന്ദ്രൻ, ഇന്ദ്രാണി. ദ്വിജൻ. ദ്വിജൻ. ദ്വിജന്റെ ലേഡി ആരാണ്? ദ്വിജയാണ് കേട്ടോ. ഓക്കെ. ദ്വിജൻ, ദ്വിജ. ദെൻ കമിധാവ്. കമിധാവ് എന്താണ്? കമിത്രിയാണ്. കമിധാവ്, കമിത്രി. ക്ലിയർ? കമിധാവ്, കമിത്രി. നെക്സ്റ്റ് ഇടയൻ. ഇടയന്റെ എന്താ? ഇടയന്റെ ഇടയത്തി. ഇടയൻ, ഇടയത്തി. നെക്സ്റ്റ് ഗണകൻ. ഗണകൻ പറഞ്ഞു നോക്കൂ. ഗണിക ആണ് കേട്ടോ. ഗണകൻ, ഗണിക. ഓക്കെ. ഗണകൻ, ഗണിക. ദൗഹിത്രൻ. ദൗഹിത്രൻ. ദൗഹിത്രന്റെ എന്താ വരുന്നത്? ദൗഹിത്രി. ക്ലിയർ? ദൗഹിത്രൻ, ദൗഹിത്രി. ജാമാതാവ്, സ്നുഷ. വിദ്വാൻ, വിദുഷി. സിംഹം, സിംഹി, സിംഹിണി. അങ്ങുന്ന്, കൊച്ചമ്മ. ഇന്ദ്രൻ, ഇന്ദ്രാണി. ദ്വിജൻ, ദ്വിജ. കമിതാവ്, കമിത്രി. ഇടയൻ, ഇടയത്തി. ഗണകൻ, ഗണിക. ദൗഹിത്രൻ, ദൗഹിത്രി. അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? അങ്ങനെ പറഞ്ഞു നോക്കുക. ഇടയ്ക്ക് നമ്മൾ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ ഓരോന്ന് ആലോചിച്ചിട്ട് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴൊക്കെയാണോ നമ്മളെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുന്നത് അതൊക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ മാത്രമേ PSC കിട്ടുള്ളൂ. പഠിച്ച് 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 നമുക്കൊരു ലെവൽ എത്തണം. അപ്പോഴാണ് നമുക്ക് PSC കിട്ടുക.
അല്ലാതെ എല്ലാവരും പറയും ഓ ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം PSC കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പൗത്രൻ. കണ്ട കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ചില്ലറ പണിയാണോ? അല്ലല്ലോ, അത് ഹാർഡ് വർക്ക് തന്നെയല്ലേ. പൗത്രി, അത് മെമ്മറിയിൽ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ അത്രയും തവണ റിവൈസ് ചെയ്യണം. ക്ഷത്രിയൻ, പൗത്രൻ, പൗത്രി, ക്ഷത്രിയൻ എന്താണ്? ക്ഷത്രിയാണി. ക്ഷത്രിയൻ, ക്ഷത്രിയാണി. ഓക്കെ, ക്ഷത്രിയൻ, ക്ഷത്രിയാണി. നെക്സ്റ്റ് തമ്പി. തമ്പി എന്താണ്? തങ്കച്ചി. തമ്പി, തങ്കച്ചി. ഓക്കെ, തമ്പി, തങ്കച്ചി. തച്ചാൻ, സോറി തെറ്റിപ്പോയിട്ടോ, എഴുതാൻ കിട്ടുന്നില്ലേ. തച്ചാൻ. തച്ചാൻ എന്താണ്? തച്ചിച്ചി. തച്ചാൻ, തച്ചിച്ചി. ഓക്കെ, തച്ചാൻ, തച്ചിച്ചി. നെക്സ്റ്റ് പിഷാരടി. പിഷാരടി. പിഷാരടിയുടെ എന്താണ്? ഷാരസ്യാർ. ഷാരസ്യാർ അല്ലെങ്കിലോ പിഷാരസ്യാർ എന്നും പറയാറുണ്ട് കേട്ടോ. പിഷാരസ്യാർ അല്ലെങ്കിൽ ഷാരസ്യാർ, രണ്ടും പിഷാരടിയുടെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് കൊമ്പൻ, അറിയാലേ, കൊമ്പനാന. അതിന് നമ്മൾ എന്താ പറയാ? പിടിയാനയാണ്. കൊമ്പൻ പിടിയാണ് കേട്ടോ. നെക്സ്റ്റ് പൂവൻ. പൂവൻ കോഴിയാണെങ്കിലോ അത് പിടക്കോഴിയാണ്. അപ്പൊ പൂവൻ പിട, കൊമ്പൻ പിടി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. ഗായകൻ. ഗായകന്റെ എന്താ? ഗായിക ആണ്. ഗായിക. ഗായകൻ, ഗായിക. നെക്സ്റ്റ് വഞ്ചകൻ. വഞ്ചകന്റെ എന്താ? വഞ്ചകൻ, വഞ്ചകിയാണ്. വഞ്ചകൻ, വഞ്ചകി. നെക്സ്റ്റ് കിരാതൻ. കിരാതൻ. കിരാതന്റെ എന്താ വരുന്നത്? കിരാതി. കിരാതി. കിരാതൻ, കിരാതി. ഓക്കെ, അപ്പൊ എത്ര എണ്ണം പഠിച്ചു? നമ്മൾ 80 എണ്ണം പഠിച്ചു. ഇതിൽ നമ്മൾ നിർത്താൻ പോവാണ്. പൗത്രൻ, പൗത്രി, ക്ഷത്രിയൻ, ക്ഷത്രിയാണി, തമ്പി, തങ്കച്ചി, തച്ചാൻ, തച്ചച്ചി, പിഷാരടി, ഷാരസ്യാർ, പിഷാരസ്യാർ, കൊമ്പൻ, പിടി, പൂവൻ, പിട, ഗായകൻ, ഗായിക, വഞ്ചകൻ, വഞ്ചകി, കിരാതൻ, കിരാതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മലയാളം നമ്മൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട്, അതായത് ടോപ്പിക്കുകളുടെ എണ്ണം ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതായത് നോട്ടിഫിക്കേഷന്റെ ഒപ്പം തന്നെ സിലബസ് പബ്ലിഷ് ചെയ്യുന്നു, പക്ഷെ PSC അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഡിസംബർ ലാസ്റ്റോട് കൂടി നോട്ടിഫിക്കേഷനും വരും, അതോടൊപ്പം തന്നെ സിലബസും നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് പഠിക്കാം. പക്ഷെ ഇതിനൊന്നും എന്തായാലും മാറ്റമില്ലാത്ത കാര്യങ്ങളായിരിക്കും, കാരണം പ്രിലിംസിന്റെ സിലബസ് വല്ലാണ്ട് മാറാൻ ഒരു ചാൻസും ഇല്ല. അപ്പോ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് വരിക എന്നല്ലാതെ ഒരിക്കലും എന്താ പറയാ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പഠിക്കാനുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട തന്നെയാണ്. അപ്പൊ നമ്മൾ സെക്രട്ടേറിയറ്റില് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ ഫിനിഷ് ചെയ്യും? നമ്മൾ മലയാളം ഫിനിഷ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഫിനിഷ് ചെയ്യണം, എക്കണോമിക്സ് ഫിനിഷ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുമെന്നായിരിക്കും നമ്മളെ ഡൗട്ട്. മലയാളം നമ്മൾ ഏകദേശം ഒരു 3-4 ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ നമ്മൾ മലയാളം ഫിനിഷായി. നിങ്ങൾ എടുത്തു നോക്കുക. അപ്പൊ മലയാളം നമ്മുടെ ഫിനിഷായി. മാത്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നന്നായിട്ട് ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട് പഠിച്ചേ പറ്റൂ. അതിന് ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാം കൂടി നമുക്ക് ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ. കോൺസ്റ്റിറ്റ്യൂഷന്റെ 3 ടോപ്പിക്സുകൾ, 3 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും പ്രിയാമ്പിളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്കണോമിക്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സിവിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം അതേപോലെ എന്താ പറയാ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ പറ്റട്ടെ. എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.